ഏറ്റവും പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ രഞ്ജിത്തേട്ടൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും കേരളത്തിന്റെയും അഭിമാനമായ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം ഡോക്ടർ ശശി തരൂർ MP, പ്രിയങ്കരനായ ശ്രീ KP ധനപാലൻ, എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ശ്രീ ശ്രീനിവാസൻ ഉൾപ്പെടെ വേദിയിലുള്ള ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഞാൻ നമ്മുടെ പര്യടന പരിപാടി പ്രിയങ്കരനായ ശ്രീ ശശി തരൂർ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം ഭാവി കേരളത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. തിങ്ക് ടുമോറോ വോട്ട് UDF എന്നാണ് പറയുന്നത്. നാളെയെക്കുറിച്ച് ചിന്തിക്കുന്നവർ UDFന് വോട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, നമ്മൾ ഈ ഗവൺമെന്റിനെ അതിശക്തമായി വിമർശിച്ചു, ഗവൺമെന്റിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി, ഗവൺമെന്റിന്റെ പരാജയങ്ങൾ എടുത്തു പറഞ്ഞു. അതേ അവസരത്തിൽ ഇന്ത്യ രാജ്യത്തിൽ ആദ്യമായി ഒരു പ്രതിപക്ഷം ഗവൺമെന്റ് എവിടെയെല്ലാം പരാജയപ്പെട്ടു അവിടെയെല്ലാം നമുക്ക് ബദൽ പരിപാടികളും കൃത്യമായ സമഗ്രമായ പദ്ധതികളുമായിട്ടാണ് നമ്മൾ വരുന്നത്. അദ്ദേഹം പറഞ്ഞു, കടക്കെണിയിലാണ് കേരളം. ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കടക്കെണിയിലേക്ക് ആണ്ടുപോയി ഈ സംസ്ഥാനം. അവിടെ നിന്ന് നമ്മൾ കേരളത്തെ മികച്ച ധനകാര്യ മാനേജ്മെന്റ് കൊണ്ട്, ആസൂത്രണ മികവാർന്ന നികുതി ഭരണം കൊണ്ട്, കാർക്കശ്യം നിറഞ്ഞ നടപടികൾ കൊണ്ട് ഖജനാവിന്റെ ചോർച്ചയടച്ച് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് നമ്മൾ ഖജനാവ് നിറയ്ക്കുക തന്നെ ചെയ്യും. എന്നിട്ടാണ് നമ്മൾ പരിപാടികൾ നടത്തുന്നത്, നമ്മുടെ പദ്ധതികൾ നടത്തുന്നത്. എല്ലാ രംഗത്തും നമ്മൾ പറഞ്ഞു ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. നമ്മളത് നോക്കിയിരിക്കുകയല്ല ചെയ്തത്. നമ്മളൊരു ഹെൽത്ത് കമ്മീഷനെ വെച്ചു, 300ഓളം ഡോക്ടർമാരുടെ കോൺക്ലേവ് നടത്തി, രാജ്യത്തിനകത്തും പുറത്തുമുള്ളവരുടെ. നമ്മളൊരു ഹെൽത്ത് ഡോക്യുമെന്റ്, ആരോഗ്യരേഖ അവതരിപ്പിച്ചു. നമുക്ക് പദ്ധതിയുണ്ട്, ആരോഗ്യരേഖ കേരളത്തിൽ നമ്മൾ നടപ്പാക്കും. വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ കുട്ടികൾ പുറത്തേക്ക് പോകുന്നു. അദ്ദേഹം ഏറ്റവും കൂടുതൽ ഉത്കണ്ഠ പ്രകടിപ്പിച്ചത് നമ്മുടെ കുട്ടികളെക്കുറിച്ചും വരാനിരിക്കുന്ന തലമുറകളെക്കുറിച്ചുമാണ്. നമ്മൾ പറഞ്ഞു കേരളത്തിൽ ബ്രെയിനാണ്, കുട്ടികൾ പോകുന്നു. 5 കൊല്ലം കഴിഞ്ഞാൽ ഇത്തരത്തിൽ പോയാൽ കേരളം വൃദ്ധസദനമായി മാറും. നമുക്ക് നമ്മുടെ കുട്ടികളെ ഇവിടെ നിർത്തണം. നമ്മൾ പറഞ്ഞല്ലോ, ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കിയുള്ള കോഴ്സുകൾ യൂണിവേഴ്സിറ്റികൾ ഉണ്ടാകണം. അദ്ദേഹം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചും മെഷീൻ ലേണിംഗിനെ കുറിച്ചും ബയോജനറ്റിക്സിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു. എവിടെയാണ് ഇത്തരം കോഴ്സുകൾ നമുക്കുള്ളത്? നമുക്ക് ആ കോഴ്സുകൾ നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ തുടങ്ങണം. പഠിച്ചു കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന കുട്ടികൾക്ക് ജോലി വേണം, അല്ലെങ്കിൽ സംരംഭം തുടങ്ങാനുള്ള സഹായം വേണം. അതിനുള്ള സമഗ്രമായ പദ്ധതിയുമായി UDF വരികയാണ്. കുട്ടികൾ പുറത്തിറങ്ങുമ്പോൾ 1000 പ്രോജക്ടുകൾ അവരുടെ മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കും. അവർക്ക് തെരഞ്ഞെടുക്കാം. അവർക്ക് മാനേജ്മെന്റ് മെന്ററിനെ കൊടുക്കും, ടെക്നോ മെന്ററിനെ കൊടുക്കും, പലിശരഹിതമായ റിവോൾവിംഗ് ഫണ്ട് കൊടുക്കും. ആയിരക്കണക്കിന് സംരംഭങ്ങൾ നമുക്ക് 1-2 വർഷത്തിനുള്ളിൽ കേരളത്തിൽ മുഴുവനായി നമുക്ക് ആരംഭിക്കാൻ കഴിയും. നമുക്ക് കൃത്യമായ പദ്ധതികൾ എല്ലാ രംഗത്തുണ്ട്. അദ്ദേഹം പറഞ്ഞു 600 കിലോമീറ്റർ കടലാണ് കേരളത്തിന്റെ. നമുക്ക് 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, ഒരു കണ്ടെയ്നർ ടെർമിനൽ, 17 മിനി തുറമുഖങ്ങളുണ്ട്. UDF മാനിഫെസ്റ്റോയിലൂടെ പ്രഖ്യാപിക്കും. അദ്ദേഹം പറഞ്ഞതുപോലെ കോസ്റ്റൽ ഷിപ്പിംഗ് ആരംഭിക്കും. നമ്മൾ ഈ റോഡിലൂടെ പോകുന്ന ചരക്കുകളുടെ 70% കടലിലൂടെ പോകും, ഇതിന്റെ 4/1 ചെലവിൽ. രണ്ടാമത് അദ്ദേഹം പറഞ്ഞതുപോലെ ക്രൂയിസ് ഷിപ്പിംഗ്, നമുക്കെല്ലാം യാത്ര ചെയ്യാം, പുറത്തുനിന്നുള്ള ആളുകൾക്ക് യാത്ര ചെയ്യാം. 3ാം ഘട്ടത്തിൽ നദികളുമായി സംയോജിപ്പിച്ച സമഗ്രമായ ടൂറിസം പദ്ധതി. അതുപോലെ അത് നമ്മുടെ സ്വപ്ന പദ്ധതിയാണ്. നമ്മളത് തയ്യാറാക്കിയിട്ടുണ്ട്. മാരിടൈം വിദഗ്ധന്മാരുടെ, ഷിപ്പിംഗ് വിദഗ്ധന്മാരുടെ സഹായത്തോടുകൂടി നമ്മൾ 4 അന്താരാഷ്ട്ര എയർപോർട്ടുകളുള്ള സംസ്ഥാനമാണ് കേരളം. 2 ഇന്റർനാഷണൽ എയർപോർട്ടുകൾ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലാണ്. 27 ഏവിയേഷൻ പ്രോജക്ടുകളാണ് UDF അവതരിപ്പിക്കുന്നത്. 27 ഏവിയേഷൻ പ്രോജക്ടുകൾ നമ്മളത് ചെയ്യും. നമ്മൾ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചു. പുതിയുടെ യാത്രയുടെ സമാപന വേദിയിൽ പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി 5 ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചു. ആദ്യത്തെ ഗ്യാരണ്ടി KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ്. എന്താ സ്ഥിതി? നിങ്ങൾക്ക് 4-5 സ്ത്രീകൾക്ക് ഒരുമിച്ച് ചേർന്ന് തീർത്ഥാടനത്തിന് പോകാം, ടൂറിന് പോകാം. UDF സർക്കാരിന്റെ ഔദാര്യത്തിനല്ല,
UDF സർക്കാരിന്റെ അതിഥികളായിരിക്കും ഇനി സ്ത്രീകൾ ബസ്സിൽ യാത്ര ചെയ്യുന്നത്. അതിനുള്ള മാറ്റമുണ്ടാകും. പഠിക്കുന്ന പെൺകുട്ടികൾക്ക് 1000 രൂപ കോളേജിൽ പഠിക്കുന്നവർക്ക് സഹായം കൊടുക്കും. അവര് പഠിച്ചു മിടുക്കികളായി ഈ സംസ്ഥാനത്തിന്റെ അഭിമാനങ്ങളായി അവർ മാറട്ടെ. നമുക്കറിയാം, ഞങ്ങൾ ആരോഗ്യരേഖ നോക്കിയപ്പോൾ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ്, ചികിത്സാ ചെലവ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. അത് ആദ്യഘട്ടത്തിൽ 50% കുറയ്ക്കും. അതിന് നമ്മൾ കണ്ടെത്തിയ പദ്ധതി രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ട് നടപ്പിലാക്കിയ സമഗ്രമായ ഇൻഷുറൻസ് പദ്ധതി നമ്മൾ കേരളത്തിൽ നടപ്പിലാക്കും. നമ്മൾ അതുപോലെ ചെറുപ്പക്കാർക്ക് ഞാൻ പറഞ്ഞു 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പ കൊടുക്കും. ഏറ്റവും ശ്രദ്ധിക്കുന്നത് പ്രായമായവരെയാണ്. കേരളത്തിൽ ഞാനടക്കം നമ്മളെല്ലാം പ്രായമായി വരികയാണ്. നമുക്കൊരു മുദ്രാവാക്യമുണ്ട്, ഒരു സമൂഹം സംസ്കാര സമ്പന്നമാണോ സിവിലൈസ്ഡ് ആണോ എന്ന ടെസ്റ്റ് നടത്തുന്നത് ആ സമൂഹത്തിലെ പ്രായമായവരോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ്. UDF സർക്കാർ വന്നാൽ പ്രായമായവർ കേരളത്തിൽ VIP-കളായിരിക്കും. അവർക്ക് പ്രത്യേകമായ സംരക്ഷണം ഉണ്ടാകും. അവർക്ക് പ്രത്യേക വകുപ്പുണ്ടാകും. വയോജനങ്ങൾക്ക് ലോക്കൽ ബോഡികളുമായി ചേർന്ന് പകൽ വീടുകൾ ഉണ്ടാകും. അവർക്ക് മെഡിക്കൽ കോളേജിലും ജില്ലാ ആശുപത്രിയിലും താലൂക്ക് ആശുപത്രിയിലും ജെറിയാട്രിക് കെയർ സംവിധാനം ഉണ്ടാവും. സ്പെഷ്യൽ പ്രിവിലേജ് ഉണ്ടാവും. എല്ലാ കാര്യത്തിലും അവരെ ആദരിക്കപ്പെടുന്ന, അവരൊറ്റപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതി കേരളത്തിൽ ഉണ്ടാവില്ല. ആരവരെ ഉപേക്ഷിച്ചാലും സർക്കാർ അവരെ ചേർത്ത് പിടിക്കും, അവരെ സംരക്ഷിക്കും പൂർണ്ണമായി. ഇതാണ് നമ്മുടെ ഗ്യാരണ്ടി. അതുകൂടാതെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 3000 രൂപയാക്കി നമ്മൾ ഉയർത്തുമെന്നുള്ള ഭാവിയെക്കുറിച്ചുള്ള നിരവധി പദ്ധതികളുമായിട്ടാണ് വരുന്നത്. ഞാനൊരു കാര്യം അഭിമാനത്തോടെ പറയുന്നു, UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ സംസ്ഥാനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പോകുന്ന വ്യക്തിയാണ് ഈ വേദിയിലിരിക്കുന്ന ഡോക്ടർ ശശി തരൂർ. അദ്ദേഹം വിശ്വമൗലനാണ്. ലോകത്തെല്ലായിടത്തുമുള്ള അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ, അദ്ദേഹത്തിന്റെ പരിചയ സമ്പത്ത്, അദ്ദേഹത്തിന്റെ അറിവ് എല്ലാം കേരളം ഭംഗിയായി പ്രയോജനപ്പെടുത്തുമെന്ന് അദ്ദേഹത്തെ സാക്ഷ്യം വെച്ചുകൊണ്ട് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അദ്ദേഹമായിട്ട് സംസാരിക്കണം. ഞാൻ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പലവട്ടം അദ്ദേഹവുമായി സംസാരിച്ചു. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിറങ്ങാൻ നേരത്ത് ഞാൻ പറഞ്ഞു, വന്ന സതീശനല്ല തിരിച്ചു പോകുന്നത്. ഞാൻ പറഞ്ഞു, അതിന്റെ ഇരട്ടി 100 ഇരട്ടി ഊർജവുമായിട്ടാണ് സംസാരിച്ചു പോകുന്നത്. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ പല കാര്യങ്ങളിലും ഞങ്ങൾക്ക് ഒരേ നിലപാടാണ്. പല കാര്യങ്ങളിലും ഞങ്ങൾ ഒരേ രീതിയിലാണ്, ഒരേ ട്രാക്കിലാണ് സംസാരിച്ചത്. അദ്ദേഹത്തെ പോലുള്ള ഒരാളുടെ അനുഭവജ്ഞാനവും അറിവും കേരളം ഉറപ്പായി പ്രയോജനപ്പെടുത്തിയിരിക്കും എന്ന് ഞാൻ ഈ വേദിയിൽ പറയുന്നു. എനിക്ക് നിങ്ങളോട് ഒന്നും പറയാനില്ല. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ തെരഞ്ഞെടുപ്പിനുള്ളൂ. 14 ജില്ലകളിലും എനിക്ക് തെരഞ്ഞെടുപ്പ് പര്യടനവുമായി പോകണം. വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. ഞാൻ തരൂരിനോട് പറയാണ്, കേരളത്തിൽ UDF-നും കോൺഗ്രസിനും ഏറ്റവും മികച്ച സംഘടനാ സംവിധാനമുള്ള നിയോജക മണ്ഡലം പറവൂരാണ്. വൈകുന്നേരം 5 മണിക്കാണ് ഡൽഹിയിൽ നിന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. നേരം വെളുത്തപ്പോൾ ഇവിടുത്തെ 60% മതിൽ എഴുതി കഴിഞ്ഞു, മുഴുവൻ പോസ്റ്റർ ഒട്ടിച്ചു കഴിഞ്ഞു. അത്രയും മിടുമിടുക്കരായ പ്രവർത്തകരുള്ള നിയോജക മണ്ഡലമാണ്. അവരെന്നോട് പറഞ്ഞിട്ടുള്ളത് നോമിനേഷൻ കൊടുത്തിട്ട് പോയിക്കോളാനാ. എങ്കിലും ഞാൻ 1-2 ദിവസം കൂടിയൊക്കെ ഇവിടെ നിൽക്കും. ബാക്കിയുള്ള ദിവസങ്ങൾ നിങ്ങൾ നന്നായി പ്രവർത്തിച്ച് ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോടുകൂടി നമുക്ക് വിജയിക്കാൻ കഴിയുന്ന സാഹചര്യം. നിങ്ങൾ ഒരു സംശയവും വേണ്ട. എന്ത് വിവാദങ്ങൾ ആരുണ്ടാക്കിയാലും 100-ലധികം സീറ്റുമായി നമ്മുടെ ടീം UDF അധികാരത്തിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും. ഞാൻ ഈ പര്യടനം ഉദ്ഘാടനം ചെയ്യാൻ വന്ന ശ്രീ ശശി തരൂരിനോട് പ്രത്യേകമായ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കും.